വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ഗുണത്തിൽ മുൻപന്തിയിലാണ് ചണവിത്ത് എന്ന് പറയുന്ന ഫ്ലാക്സീഡിന് സ്ഥാനം. കാഴ്ചയിൽ മുതിരയ്ക്കു സാമ്യമുള്ള ഈ ചണവിത്ത് നല്ലൊരു ഭക്ഷ്യവസ്തുവാണെന്നു മാത്രമല്ല ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളും പ്രദാനം ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഈ ചണവിത്ത് ഉപയോഗിക്കുന്നവരായിരിക്കും. എന്നാൽ ഇനി ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞ് ഉപയോഗിക്കാത്തവരും ഇനി മുതൽ ഈ ചണവിത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ചണവിത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും ചണവിത്ത് എങ്ങനെ ഉപയോഗിക്കണം, എത്ര അളവ് വരെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ചണവിത്തിനെ കുറിച്ച് കേൾക്കാം. ആരോഗ്യ ഗുണങ്ങളാൽ മുന്നിട്ട് നിൽക്കുക മാത്രമല്ല പല രോഗങ്ങൾക്കുള്ള മരുന്നാണ് ചണവിത്ത്. കൃത്യമായി കഴിച്ചാൽ പല അസുഖങ്ങളും കുറയ്ക്കാൻ ചണവിത്ത് സഹായിക്കും. സോലുബിൾ, ഇൻസോലുബിൾ എന്ന നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഫൈബറുകളാൽ സമ്പുഷ്ടമാണ് ചണവിത്ത്. മാത്രമല്ല ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ധാരാളമുണ്ട്. 1 ടീസ്പൂൺ ചണവിത്തിൽ 1.8 ഗ്രാം ഒമേഗ 3 ഫാറ്റി ആസിഡാണുള്ളത്. ഒമേഗ 3 ഫാറ്റി ആസിഡ് സാധാരണ മത്സ്യങ്ങളിലാണ് കാണപ്പെടുന്നത്. എന്നാൽ മത്സ്യം കഴിക്കാത്തവർക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ് ലഭിക്കുന്നതിനുള്ള നല്ലൊരു വഴിയാണ് ചണവിത്ത് കഴിക്കുക എന്നത്. ചണവിത്തിലുള്ള ലിഗ്നൻ ആൻറ്റി ഓക്സിഡൻറ്റ് വളരെ നല്ലതും സസ്യ ഈസ്ട്രജൻ അടങ്ങിയതുമാണ്. മറ്റ് ഭക്ഷണത്തേക്കാൾ 75 മുതൽ 800 മടങ്ങ് വരെ ഈ ആൻറ്റി ഓക്സിഡൻറ്റ് ചണവിത്തിലുണ്ട്. ചണവിത്തുകളിലെ ഈ ആൻറ്റി ഓക്സിഡൻറ്റും ഒമേഗ 3 ഫാറ്റി ആസിഡുമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാവിധ ഗുണങ്ങൾ നൽകുന്നതും രോഗങ്ങൾക്കുള്ള പ്രതിവിധിയാകുന്നതും. അതുകൊണ്ട് ചണവിത്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് എന്തുകൊണ്ടും വളരെ നല്ലതാണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, കൊളസ്ട്രോൾ എന്നിവ കുറയ്ക്കുന്നതിനും ചണവിത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഫൈബറിൻ്റെ ഉയർന്ന അളവ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് സഹായിക്കും. ചണവിത്തിലെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാക്കുകയും താപനില കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ ഒമേഗ 3 ശ്വേതാണുക്കൾ രക്തക്കുഴലുകളുടെ ഉൾഭാഗങ്ങളിൽ അടിയുന്നത് തടയുകയും രക്തക്കുഴലുകളിൽ തടസ്സമുണ്ടാകുന്നത് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഹൃദയധമനികളിൽ തടസ്സമുണ്ടാകുന്നത് മൂലമുള്ള എരിച്ചിലും വേദനയും തടഞ്ഞ് ഇതുവഴി ഉണ്ടാകുന്ന ഹൃദയസ്തംഭനവും ഹൃദയാഘാതവും ഒഴിവാക്കാൻ ചണവിത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രമേഹത്തിനുള്ള ഏറ്റവും നല്ലൊരു മരുന്നാണ് ചണവിത്ത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് ബ്ലഡ് ഷുഗർ ലെവൽ നോർമലാക്കുന്നതിന് നല്ലൊരു മരുന്നാണ് ചണവിത്ത് കഴിക്കുന്നത്. ചണവിത്തുകളിലെ സോലുബിൾ ഫൈബർ ദഹനം മെച്ചപ്പെടുത്തി മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് നല്ലൊരു പരിഹാര മാർഗമാണ്. കുടലിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ചണവിത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ, സ്തനാർബുദം, വൻകുടലിലുണ്ടാകുന്ന ക്യാൻസർ എന്നിവയെ ചെറുക്കാൻ കഴിവുള്ളതാണ് ചണവിത്ത്. ഇതിലെ ആൻറ്റി ഓക്സിഡൻ്റാണ് ഇത്തരം ക്യാൻസറിനെതിരെ പോരാടുന്നതിന് ശരീരത്തിന് കഴിവ് നൽകുന്നത്. അതുകൊണ്ട് ചണവിത്ത് മാറ്റി നിർത്താതെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിക്കാൻ ശ്രമിക്കണം. യാതൊരു പാർശ്വഫലങ്ങളുമില്ലാതെ വണ്ണം കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്നവർക്കും ചണവിത്ത് കഴിക്കാവുന്നതാണ്. പെട്ടെന്ന് വണ്ണവും കുടവയറും കുറയുന്നതിന് ചണവിത്തുകളിലെ സോലുബിൾ ഫൈബർ സഹായിക്കും. ചണവിത്ത് കഴിക്കുന്നത് മൂലം വിശപ്പ് കുറയുകയും വയർ നിറഞ്ഞതായി തോന്നുകയും ചെയ്യുന്നത് കൊണ്ട് അമിത കലോറി കഴിക്കുന്നത് കുറയുന്നതായിരിക്കും. ചണവിത്തുകളിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ പാർക്കിൻസൺസ്, ആസ്തമ പോലുള്ള രോഗങ്ങളുടെ അനുബന്ധമായി ഉണ്ടാകുന്ന ജ്വലനം അഥവാ എരിച്ചിൽ തടയാൻ സഹായിക്കുന്നു. മെനോപോസ് സ്റ്റേജിലെത്തിയ സ്ത്രീകൾക്ക് ഹോട്ട് ഫ്ലാഷ് എന്ന അവസ്ഥ സാധാരണയായി കണ്ടുവരുന്നതാണ്. അതായത് ചൂടും വിയർപ്പും കൊണ്ട് അസ്വസ്ഥയാകുന്ന ഒരവസ്ഥ. ആർത്തവ വിരാമത്തിലെത്തിയ സ്ത്രീകൾ ഈ ചണവിത്ത് കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ചണവിത്ത് കഴിക്കുന്നത് മൂലം ഹോട്ട് ഫ്ലാഷ് എന്ന അവസ്ഥ എന്ന് വെച്ചാൽ ചൂടും വിയർപ്പും നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നതും കുറയ്ക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആർത്തവ വിരാമമെത്തിയ സ്ത്രീകൾ പതിവായി ചണവിത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചണവിത്തുകൾ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മ സൗന്ദര്യത്തിനും മുടിയുടെ വളർച്ചയ്ക്കും വളരെ നല്ലതാണ്. ചണവിത്തുകളിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫൈറ്റോ കെമിക്കലുകളും ചർമ്മത്തിന് നല്ല തിളക്കവും ആരോഗ്യവും കൊടുക്കുന്നു. എന്നാൽ ഇത്തരം ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ചണവിത്തുകൾ ഉപയോഗിക്കുന്ന രീതികളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ചണവിത്തുകൾ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചണവിത്തുകൾ ഉണക്കി പൊടിച്ച് ഉപയോഗിക്കാം. ഇതിൻ്റെ ഓയിൽ ഉപയോഗിക്കാം. ചണവിത്തിൻ്റെ ജെല്ലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 3 ടീസ്പൂൺ ഫ്ലാക്സീഡിൽ 10 ഗ്രാം ഫാറ്റി ആസിഡും ഫ്ലാക്സീഡ് പൊടിയിൽ 7 ഗ്രാം ഫാറ്റി ആസിഡും ഓയിലിൽ 10 മുതൽ 12 ഗ്രാം ഫാറ്റി ആസിഡുമാണുള്ളത്. ദിവസവും 15 മുതൽ 30 ഗ്രാം ചണവിത്ത് ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ശരിയായ രീതിയിൽ ലഭിക്കുന്നത്. ഇതനുസരിച്ച് ഏത് രീതിയിലാണോ ചണവിത്ത് ഉപയോഗിക്കുന്ന രീതി അനുസരിച്ച് ഇതിൻ്റെ ഗുണം വ്യത്യാസപ്പെടും. ചണവിത്ത് മുഴുവനായാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം. ചണവിത്ത് പൊടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ 1.5 ടീസ്പൂണാണ് ഉപയോഗിക്കേണ്ടത്. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ഇനി ഓയിലാണെങ്കിൽ 1.25 ടീസ്പൂണാണ് ഉപയോഗിക്കേണ്ടത്. ചണവിത്ത് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ചണവിത്ത് പൊടിയായോ അല്ലെങ്കിൽ ചണവിത്ത് മുഴുവനായി ചവച്ചരച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചണവിത്തിൻ്റെ ഓയിൽ ഉപയോഗിക്കുന്നവർ ഓയിൽ ചൂടാക്കാതെ വേണം ഉപയോഗിക്കാൻ. ഈ ഓയിൽ ചൂടാക്കിയാൽ നമ്മുടെ ശരീരത്തിന് ദോഷം വരും. അതുകൊണ്ട് ചൂടാക്കാതെ സാലഡുകളിൽ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്.
ചണവിത്തിൻ്റെ ഓയിൽ നല്ലതാണെന്ന് പറഞ്ഞ് ഒരിക്കലും ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കരുത്. ഈ ഓയിൽ മുഖത്ത് പുരട്ടാവുന്നതാണ്. ചണവിത്തിൻ്റെ ജെൽ മുഖത്തും തലയിലും പുരട്ടാവുന്നതാണ്. മുടിയുടെ വളർച്ചയ്ക്കും മുഖസൗന്ദര്യത്തിനും ഈ ജെൽ വളരെ നല്ലതാണ്. ചണവിത്ത് പൊടിച്ച ജ്യൂസുകളിലോ ഇഡലി ദോശമാവിലോ ഉപ്പുമാവിലോ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഈ ഒരു പീരീഡിൽ ചണവിത്ത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ അവസ്ഥകളിൽ ചണവിത്ത് കഴിക്കുന്നത് നല്ലതാണ് എന്ന് പഠന റിപ്പോർട്ടുകൾ ഉണ്ട് എങ്കിലും ചില സൈഡ് എഫക്റ്റുകൾ ഉള്ളതുകൊണ്ട് ഗർഭാവസ്ഥയിലും മുലയൂട്ടുന്ന അമ്മമാരും ചണവിത്ത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ചണവിത്ത് കഴിക്കേണ്ട രീതിയും കഴിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങളും വിശദീകരിച്ചു കഴിഞ്ഞു. ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് സിനീസ് കിച്ചൺ മെമ്മറീസ്.